105 വീടാണ് പാർട്ടി പറഞ്ഞത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 51 വീടുകളാണ് ഇപ്പോൾ പൂർത്തിയായി 28-ന് താക്കോൽ കൊടുക്കുന്നത്. അതിന്റെ എല്ലാ വീടുകളുടെ എല്ലാ ജോലിയും പൂർത്തിയായി. വീട് നേരത്തെ ഞങ്ങൾ 1000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പറഞ്ഞ് ഉണ്ടാക്കി വന്നപ്പോൾ 1100 സ്ക്വയർ ഫീറ്റ്. 3 ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഹാള്, വരാന്ത, കിച്ചൺ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളത്തിന്റെ കുടിവെള്ളം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ വീട്ടിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും നൽകി. ഈ ആളുകൾക്ക് കയറി താമസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. റോഡ് അകത്ത് ഓരോ വീടിനും കണക്ടിവിറ്റി 5 മീറ്റർ വീതിയുള്ള റോഡാണ് ഇതിനകത്ത് ഞങ്ങളില്ല. കുട്ടികളുടെ കളിസ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഓഡിറ്റോറിയം വെച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് മറ്റൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ആളുകൾക്ക്, കാരണം ഈ ചുഴലിമലയിലും മുണ്ടക്കയിലും ഒക്കെ ദുരന്തത്തിന് ഇരയായ ആളുകൾ പട്ടിണിപ്പാവങ്ങളായിരുന്നില്ല. അവരൊന്നും ചച്ചക്കുഴിയിൽ താമസിക്കുന്നവരായിരുന്നില്ല. വലിയ വീടുകൾ ഉണ്ടായിരുന്നു, ഏക്കർ കണക്കിന് ഭൂമികൾ ഉണ്ടായിരുന്നു, കൃഷിക്കാരായിരുന്നു, മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അവർക്ക് അനുയോജ്യമായ വീടാണ് ഞങ്ങൾ. ഇനി മുകളിലേക്ക് അത്രയും 1000-ലധികം സ്ക്വയർ ഫീറ്റ് മുകളിലേക്ക് ഉയർത്താനുള്ള ഫൗണ്ടേഷൻ തറയാണ് വീടിന് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും